ഞാൻ റിവ്യൂ പറഞ്ഞ് മൂത്രം പോയി, അതുകൊണ്ട് ഞാൻ സ്നാക്കി ഉപയോഗിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം അജയന്റെ രണ്ടാം മോഷണം വന്നിരിക്കുകയാണ്. അജയൻ ശരിക്കും ആ സിനിമയിൽ കാണിച്ച പോലെ 2 മോഷണമല്ല, എല്ലാ ജനങ്ങളുടെയും പ്രേക്ഷകരുടെയും ഹൃദയം കൂടെ മോഷിച്ചിരിക്കുകയാണ് സിനിമയിലൂടെ. അത്ര ഗംഭീരമായിട്ടുണ്ട്. അതില് എന്റെ മകൾ ആവണിക്കും ഇങ്ങനെ നല്ല കഥാപാത്രം കൊടുത്തതിൽ ജിതിനോടും ടോവിയോടും ഫുൾ ടീമിനോടും വളരെ നന്ദി അറിയിക്കുന്നു. അവരുടെ വളർച്ച ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സിനിമ അതിഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും അത് വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് റിക്വസ്റ്റ്. താങ്ക് യു. എനിക്ക് ഫിലിം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇതിന്റെ 3D കൂടി കണ്ടാൽ കൊള്ളാന്നുണ്ട്. മാത്രമല്ല എനിക്ക് ആക്ച്വലി 3 days ആയിരുന്നു ഷൂട്ട്. അപ്പൊ ഞാൻ ആലോചിച്ചില്ല ഞാൻ സിനിമയുടെ ഇത്രയും പാട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ താങ്ക് യു ജിതിൻ അങ്കിൾ. പിന്നെ എല്ലാവരും ഈ ഫിലിം കാണണം, സപ്പോർട്ട് ചെയ്യണം, 3D തന്നെ കാണണം. രീതിയിലേക്ക് നമ്മൾ ഇതിന്റെ റൈറ്റ് ചെയ്തേക്കുന്നതും ബ്രില്യന്റ് റൈറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ആർട്ട് വർക്ക്, ചിയോദിക്കാവ് എന്ന് പറയുന്ന ഒരു അമ്പലവും അതിന്റെ കുളവും ഒക്കെ ഭയങ്കരമായിട്ടാണ് ആർട്ട് വർക്ക്. നല്ല ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ് ഇത്. ഉറപ്പായിട്ടും വിജയിക്കും. അതുപോലെ തന്നെ നമ്മളെ ടൊവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് ഇത് മാറും. കാരണം 3 കഥാപാത്രങ്ങള് ഇത്രയും ഉത്തരവാദിത്വത്തോടു കൂടി ഇത്രയും നല്ല പെർഫെക്ഷൻ ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം 3 കഥാപാത്രങ്ങളാണ്. പക്ക മാസ് എന്റർടൈൻമെന്റ്, ഒന്നിനൊന്നിനും മെച്ചം. ഈ സിനിമ ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഓണം തൂക്കിയടിച്ചു എന്ന് തന്നെ പറയാം. ടൊവിനോ തോമസ് ചേട്ടനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം കഴിഞ്ഞ വീഡിയോയില് കരയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇനി അദ്ദേഹത്തിന് കരയേണ്ടി വരുന്ന ഇത് ഓണത്തിന് ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ. ഇതൊരു കിണുങ്ങാമണി സിനിമയായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നെല്ലിക്ക സിനിമയാണ്. കിട്ടിലും പടമാണ്. ഒരു രക്ഷയില്ല. മേക്കിംഗ് ഹൈ റേഞ്ച് പടമാണ്. ഒരു രക്ഷയില്ല. കത്തി കയറിയിരിക്കുകയാണ്, കുലുങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഗോട്ട് സിനിമയ്ക്ക് ഞാൻ റിവ്യൂ പറഞ്ഞ് മൂത്രം പോയി, അതുകൊണ്ട് ഞാൻ സ്നാക്കി ഉപയോഗിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പ്രേക്ഷകനെ വിളിച്ച് തെറി പറഞ്ഞ കാരണം ഞാനൊരു സ്നാക്കി ഉപയോഗിച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഒരിക്കലും തിയേറ്ററിൽ മൂത്രം ഒഴിക്കില്ല, സ്നാക്കി ഇട്ടോണ്ടേ വരുള്ളൂ. അപ്പൊ പടം ബമ്പർ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. ഓണം തൂക്കിയടിച്ചിട്ടുണ്ട്. വീരഗാഥ എന്ന് പറയുന്ന നമ്മുടെ എക്കാലത്തെ സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് പറയുന്ന വടക്കൻ വീരഗാഥ, ആ സിനിമയുടെ 2ാം ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാണ് ടൊവിനോ തോമസ് എന്ന് പറയുന്ന അദ്ദേഹം ജൂനിയർ മമ്മൂക്ക എന്ന പരിവേഷത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന സിനിമയാണ്. വളരെ മികച്ച സിനിമയാണ്. ഒരു രക്ഷയില്ല. കേട്ടില്ല പടം. ടൊവിനോ മമ്മൂക്ക് കഴിഞ്ഞ അടുത്ത സ്ഥാനം ഏക്കാൻ ഒരാള് വേണ്ട സുഹൃത്തെ. അത്ര നല്ല പടമാണ്. ഇതിന്റെ കളറിപ്പയത്തൊക്കെ ചെയ്തേക്കുന്നുണ്ടല്ലോ, ഒരു രക്ഷയില്ല. എന്നിട്ടും ടൊവിനോ തോമസ് ആ കുതിരപ്പുറത്തേക്ക് കയറി തോന്നുന്നുണ്ടല്ലോ, മാസ് പടമാണ്. കരിയറിലെ തന്നെ ഒരു ഓർക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. 3 കഥാപാത്രം ഒറ്റ സിനിമയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഒറ്റ സിനിമയിൽ 3 കഥാപാത്രങ്ങൾ. കാരണം നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. കത്തും, ഈ പടം കത്തുന്നത് ഉറപ്പാണ്. ഓണം ബ്ലോക്ക് ബസ്റ്റർ ടൊവിനോ തോമസ് തൂക്കിയടിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. കേട്ടില്ല പടം. ജിതിൻ ലാൽ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു മലയാളത്തിലെ അവതാർ സിനിമയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ജിതിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടറിന് ഞാൻ വെക്കുന്ന പേരാണ് ജെയിംസ് കാമറോൺ എന്ന ആ ഒരു ഉയർച്ചയിലേക്ക് അദ്ദേഹം എങ്ങാനും ഈ പുള്ളി അമേരിക്കയിലാണ് ജനിച്ചായിരുന്നെങ്കിൽ ജെയിംസ് കാമറോണിന്റെ മുകളിൽ നിന്നതിന് അത്ര നല്ല കഴിവാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടെടുത്ത ഒരു സിനിമയാണ്. ഉറപ്പായിട്ടും അത് വിജയിക്കും. സ്റ്റാറായി കഴിഞ്ഞു, ഉറപ്പാണ്. ഇനി ടൊവിനോ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. 3 കഥാപാത്രമാണ്, 3 ആളെയാണ് ചെയ്തേക്കുന്നത്. വെറൈറ്റി ആണെന്നേ. അത് മാത്രമല്ല, മലയാളത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കാരണം എല്ലാ കണ്ണി കണ്ട അണ്ടനും ഇടപെടുന്ന എല്ലാം കയറി ഡേറ്റ് കൊടുക്കാണ്. മറ്റേ ഓട്ടോ ജാബ് കൊടുക്കുന്നതാണ്. സുജിത്ത് പോലെ അത്തരം പരിപാടികളൊന്നുമില്ല. ഒരു പടം ചെയ്താൽ നല്ല ഉത്തരവാദിത്തോടു കൂടി ചെയ്യാനുള്ള കഴിവാണ്. ഇതൊക്കെ എന്ന് പറയാൻ ടൊവിനോയുടെ ഒരു മാസ് പടം. ഇത് കോമഡി ഉണ്ട്, പിന്നെ മിന്നൽ മുറി പോലല്ല, ഇത് കട്ടി വേറെ. കാരണം 3 ക്യാരക്ടർ മാസാണ്. നമ്മള് ടൊവിനോ ഇങ്ങനെ ഒരു വെറൈറ്റി ചെയ്യുന്ന സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഇത് വേറെ മൂഡ് തമാശക്ക് ഉണ്ട്, പക്ഷെ ഇത് ലാസ്റ്റ് പിന്നെ BGM ഇതിന്റെ മ്യൂസിക് ഒക്കെ വേറെ ഒരു നല്ല നാടൻ ശൈലി പോലെ വിചാരിച്ച് കളിയർ പൈറ്റും ഇതൊക്കെയാണ്. പക്ഷെ അതല്ല ഇത്